ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് നാൾ കൂട്ടിയിട്ട് ഒരു 4 ദിവസത്തെ പാക്കേജ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഗസ്റ്റ് വന്നിട്ട് ആസാമിൽ നിന്ന് വരുന്ന ഗസ്റ്റ് കേട്ടോ. ബാങ്കിൻ്റെ ഒരു ഗസ്റ്റ് ആയിരുന്നു, SBI ബാങ്കിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് 4 ദിവസത്തിൽ ഫസ്റ്റ് ഡേ കൊച്ചിയാണ്. അപ്പം കൊച്ചി സൈറ്റ് സീയിങ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നേരെ പോയത് നമ്മൾ ഡച്ച് പാലസ് കേട്ടോ. ഡച്ച് പാലസ്, സിനഗോഗ്, ജൂ ടൗൺ ഇതെല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ മട്ടാഞ്ചേരി വന്നു. വണ്ടി പാർക്ക് ചെയ്തു, ഗസ്റ്റിനെ നമ്മൾ സൈറ്റ് സീയിന് വിട്ടു. അവിടെ നമ്മൾ സെക്കൻഡായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബസിലിക്കയിലാണ്, ഫോർട്ട് കൊച്ചിയിൽ സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയാണ്. അപ്പം അത് നമുക്ക് മസ്റ്റായിട്ടൊന്ന് പോകേണ്ടൊരു ചർച്ച കേട്ടോ. നല്ല വൈബാണ്. അങ്ങനെ ഈ ചർച്ചിലിറങ്ങി പ്രാർത്ഥിച്ചു. അവിടുന്ന് നമ്മൾ നേരെ അടുത്തതായിട്ട് പോകേണ്ടത് ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡി ഗാമ അടക്കം ചെയ്ത സ്ഥലമുണ്ട്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. അങ്ങനെ നമ്മൾ അവിടെയും വന്നു. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കയറി പ്രാർത്ഥിക്കാനൊക്കെ ഇന്നാണ് സാധിച്ചത്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഡച്ച് സെമിത്തേരി ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു. ഡച്ച് സെമിത്തേരിയുടെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് തൊട്ടപ്പുറത്താണ് ഫോർട്ട് കൊച്ചി ബീച്ച്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഗസ്റ്റിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റിനെ ഞാൻ അങ്ങേയറ്റത്ത് ചൈനീസ് ഫിഷ് നെറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ ബീച്ചിൻ്റെ ഇങ്ങേ എൻട്രൻസിൻ്റെ അവിടെ ഒന്ന് പാർക്ക് ചെയ്തു. കാരണം ഗസ്റ്റിന് അവിടെ നിന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് നടക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പം ഗസ്റ്റും ഹാപ്പിയാവും, നമ്മൾക്കും അവർക്ക് കൊടുക്കുന്ന സർവീസ് അടിപൊളിയായിരിക്കും. അതൊരു ഐഡിയ വേണം എല്ലാത്തിനും. അല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗസ്റ്റ് വെറുതെ നടന്ന് വെറുതെ ടയർഡാവില്ലേ. അങ്ങനെ ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്പോട്ടാണ് കേട്ടോ. അപ്പം ഞാനും ഇതെല്ലാം ഒന്ന് മനോഹരമായിട്ട് ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പം ദൂരെ ഒരു ഷിപ്പ് പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിലൂടെ പുറങ്ങാട്ടിലേക്ക് ഒഴുകി പോവുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്ന തേവരയിൽ കേരള മ്യൂസിയം ഉണ്ട്. അത് മസ്റ്റായിട്ടൊന്ന് കാണിക്കണം കേട്ടോ. ഗസ്റ്റ് എല്ലാ ഇവിടെ കൊച്ചി വരുന്ന എല്ലാ ഗസ്റ്റിനെയും നമുക്ക് കാണിക്കേണ്ട ഒരു സ്പോട്ടാണ്. അവിടെ അതിനു വേണ്ടി ഞാൻ അവരെ അകത്തേക്ക് കയറ്റി വിട്ടു. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ട് ഇതാണ്, പുതുവൈപ്പ് ബീച്ച് എന്ന് പറയും. ഫോർട്ട് കൊച്ചിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് ജങ്കാറ് വഴി വരാം. ജങ്കാറ് വഴി വൈപ്പിൽ വന്നിട്ട് അവിടുന്ന് ലൈറ്റ് ഹൗസും കണ്ട് പുതുവൈപ്പ് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. അത്യാവശ്യം ഡെവലപ്പായി വരുന്നൊരു ബീച്ചാണ് കേട്ടോ. നല്ല ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തിരക്ക് കൂടും എന്തായാലും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടായ വലാർപാടം ചർച്ചിൽ വന്നിരിക്കുകയാണ്. വലാർപാടം ബസിലിക്ക നമ്മൾ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മാതാവിനോട് പ്രാർത്ഥിച്ച് തിരികെത്തിച്ച് നമ്മൾ അവിടുന്ന് നേരെ MG റോഡിലേക്കാണ് പോയത്. അവർ കുറച്ച് കേരള മുണ്ടെടുക്കാൻ വേണ്ടി രാംരാജിൽ വന്നപ്പോൾ അവിടെ വെച്ച് വേലു എന്ന് പറഞ്ഞൊരു നായ്ക്കുട്ടിയെ പരിചയപ്പെട്ടു. ഒരു കസ്റ്റമറിൻ്റെ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ. ടാറ്റാ.